കൊട്ടാരക്കരയിൽ ത്രികോണ മത്സരം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പഴയ കോൺഗ്രസുകാരി ബി ജെ പിയിലേക്ക് വരുമ്പോൾ 18 അടവും പഠിച്ചായിരിക്കും ബി ജെ പിയിലേക്ക് വരിക. ഭരണവിരുദ്ധ വികാരം മുതലാക്കി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ രശ്മി കൊട്ടാരക്കര മണ്ഡലത്തിൽ നിർണായക ചുവടുകളാണ് വയ്ക്കുന്നത്. 3 ദശാബ്ദത്തിലേറെ നീണ്ട സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള രശ്മി ശരിക്കും ജനങ്ങൾക്കിടയിൽ ഒരാളായി പ്രവർത്തിക്കുന്ന നേതാവാണ്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിരുന്നു രശ്മി. പ്രാദേശിക രാഷ്ട്രീയത്തിൽ ശക്തമായ സാന്നിധ്യം പുലർത്തി വരുന്ന രശ്മിയുടെ സാന്നിധ്യം ഇക്കുറി ബാലഗോപാലിന്റെ ഇടത് കോട്ടകളെ വിറപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനു പുറമെ പിണറായി സർക്കാരിനെതിരെ ആളിക്കത്തുന്ന ജനവിരുദ്ധ വികാരവും മുതലാക്കാൻ കഴിയുമെന്ന് രശ്മി കരുതുകയാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റത്തിന് വഴി തുറന്നാണ് മഹിളാ കോൺഗ്രസ് നേതാവായ ആർ രശ്മി ബി ജെ പിയിലേക്ക് ചേർന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പാർട്ടി പ്രവേശനം ഔദ്യോഗികമായി രശ്മി പ്രഖ്യാപിച്ചത്. വൈകാതെ കൊട്ടാരക്കരയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി രശ്മിയുടെ പേര് പ്രഖ്യാപിക്കുകയും ചെയ്തു രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച രശ്മിക്ക് മണ്ഡലത്തിൽ വ്യക്തിപരമായ പിന്തുണയും പ്രാദേശിക സ്വാധീനവും ഉണ്ടെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. ഈ പ്രവേശനം കൊട്ടാരക്കരയിൽ പാർട്ടിക്ക് കൂടുതൽ രാഷ്ട്രീയ ശക്തി നൽകുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. 2021 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ആർ രശ്മിയെ 10,000-ൽ പരം വോട്ടുകൾക്കാണ് എസ് ബാലഗോപാൽ അന്ന് തോൽപ്പിച്ചത്. അന്ന് ബാലഗോപാലിന് 68,770 വോട്ടുകൾ ലഭിച്ചപ്പോൾ രശ്മിക്ക് 57,956 വോട്ടുകളാണ് ലഭിച്ചത്. വൈക്കൽ സോമനായിരുന്നു അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി. അന്ന് 21,223 വോട്ടുകളാണ് വൈക്കൽ സോമന് പിടിച്ചത്. ഈ അടിസ്ഥാന വോട്ട് ഒരു ബേസ് ഇപ്പോഴും കൊട്ടാരക്കരയിൽ ബി ജെ പിക്കുണ്ട്. അതിനൊപ്പമാണ് രശ്മിയുടെ സ്വാധീനത്തിൽ വന്നെത്തുന്ന വോട്ടുകളും. പക്ഷെ 2021 പോലെയല്ല 2026 കൊട്ടാരക്കര. ധാരാളം രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഇക്കുറി കൊട്ടാരക്കര മണ്ഡലത്തിലുണ്ട്. അതിലൊരു പ്രധാന ഘടകം ഈ നിയോജക മണ്ഡലത്തിൽ ബി ജെ പി ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി വളരുന്നു എന്നതാണ്. അതുപോലെ CPM-ലെ നേതാവായ ഐഷ പോറ്റി കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നതും ബാലഗോപാലിന് ഒരു കനത്ത തിരിച്ചടിയായി മാറും. ഭരണവിരുദ്ധ വികാരവും രശ്മിക്ക് അനുഗ്രഹമാണ്. ധനമന്ത്രി എന്ന നിലയിൽ കൊട്ടാരക്കരയിൽ ചില വികസന പ്രവർത്തനങ്ങളൊക്കെ ബാലഗോപാൽ നടത്തിയിട്ടുണ്ട് എന്നത് നേരാണ്. പ്രബല ഹിന്ദു സമുദായത്തിന്റെ പിന്തുണയും ബാലഗോപാലിന് ഒരു പരിധിവരെ ഉണ്ടാകും. പെന്തക്കോസ് വിഭാഗത്തിന് സാന്നിധ്യമുള്ള ഈ മണ്ഡലത്തിൽ ഇടത് സർക്കാരിനോട് കൂറ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അവരുടെ നിലപാടും ബാലഗോപാലിന് വോട്ടായി മാറും. പക്ഷെ ഈ ഫാക്ടർ തന്നെ ബി ജെ പിക്കും മറ്റൊരു രീതിയിൽ അനുഗ്രഹമായി മാറിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ ബാലഗോപാലിനെ പിന്തുണച്ച ഈഴവ സമുദായം പാടെ ബി ജെ പിയോട് അടുത്തു കഴിഞ്ഞു. ഈ വിഭാഗത്തിൽ നിന്നുള്ള വോട്ട് ചോർച്ച ബാലഗോപാലിനെ നന്നായി ബാധിക്കും. CPM-നകത്ത് നിന്നും നല്ലൊരു പങ്ക് വോട്ട് CPM-ൽ നിന്നും മാറി കോൺഗ്രസിലേക്ക് എത്തിയ ഐഷ പോറ്റി പിടിക്കുമെന്നതിലും തർക്കമില്ല. ഇത് ബാലഗോപാലിന് എതിരായ തരംഗമായി മാറാനും സാധ്യതയുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് പിണറായി സർക്കാരിനോട് മനം മടുത്ത ജനങ്ങളുടെ ഭരണവിരുദ്ധ വികാരം. ഈ ഭരണവിരുദ്ധ വികാരം ഏറ്റവും അധികം പ്രതിഫലിക്കുക ഇവിടുത്തെ മുന്നോക്ക ക്രിസ്ത്യൻ സമുദായത്തിലാണ്. അവർക്ക് ബി ജെ പിയോടുള്ള അനുഭാവം കൂടി രശ്മിക്ക് വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ. CPM-ൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന സ്ഥാനാർത്ഥിയാകുന്ന ഐഷ പോറ്റി വോട്ടുകൾ പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇത് മുറിവുണ്ടാക്കുക ബാലഗോപാലിനെയും CPM-നെയും തന്നെയായിരിക്കും. വിജയം പോലെ തന്നെ പരാജയം ഒരുപോലെ രുചിച്ച നേതാവാണ് ബാലഗോപാൽ. 2021-2019 കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ NK പ്രേമചന്ദ്രനോട് പരാജയപ്പെട്ട ആളാണ് KN ബാലഗോപാൽ. 1996 തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് അടൂരിൽ നിന്ന് തോറ്റിട്ടുണ്ട് ബാലഗോപാൽ. ഈ 2026 മറ്റൊരു തോൽവിയിലേക്ക് ബാലഗോപാലിനെ തള്ളിവിടാൻ രശ്മിക്ക് സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കപ്പെടുകയാണ്. അതിന് തുണയാവുന്നതാകട്ടെ ഐഷ പോറ്റി എന്ന ഇടതു നേതാവിന്റെ കോൺഗ്രസിലേക്കുള്ള കൂടുമാറ്റവും പിണറായി സർക്കാരിനുള്ള ഭരണവിരുദ്ധ വികാരവും രശ്മിയുടെ ജനകീയ അടിത്തറയുമാണ്.